ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത എന്താണെന്ന് അറിയാമോ? ഷോക്കിംഗ് വാർത്തയാണ് പ്രമുഖ അവതാരക രഞ്ജിനി ഹരിദാസിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമുഖ നടി രഞ്ജിനി ഹരിദാസിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന വാർത്തയെ പറ്റിയാണ്. സോഷ്യൽ മീഡിയ മുഴുവനും ഈ വാർത്ത ഇപ്പോൾ വൈറലാണ്. മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അവതാരകയും നടിയുമാണ് രഞ്ജിനി ഹരിദാസ്. മംഗ്ലീഷ് മലയാളികളുടെ ഇടയിൽ കൊണ്ടുവന്നത് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു സ്വകാര്യ വീഡിയോയാണ് പുറത്തായിരിക്കുന്നത്. താരം നിഷ പാർട്ടിയിൽ മദ്യപിച്ച് കൂത്താടുന്ന വീഡിയോയാണ് പുറത്തായിരിക്കുന്നത്. താരം കുടിച്ചു കൂത്താടി അശ്ലീലാംഗങ്ങൾ കാണിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും. രഞ്ജിനി ഹരിദാസും കാന്താരി ഹോട്ടലിൻ്റെ ഉടമ OG സുനിലും ഒരുമിച്ച് കുടിച്ചു കൂത്താടുന്ന വീഡിയോയാണ് പുറത്തായിരിക്കുന്നത്. OG സുനിലിൻ്റെ ഒരു കൈയിൽ മദ്യ ഗ്ലാസും മറ്റേ കൈ രഞ്ജിനി ഹരിദാസിൻ്റെ കഴുത്തിലിട്ട് വളരെ മോശമായ ആംഗ്യം കാണിച്ച് ഡാൻസ് കളിച്ചുള്ള രംഗം ഞെട്ടിക്കുന്നതാണ്. കാരണം രഞ്ജിനി ഹരിദാസിൻ്റെ ഒക്കെ ആരാധിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. TV ചാനലുകളിലും സിനിമകളിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള രഞ്ജിനി ഹരിദാസിൻ്റെ ഈ വേഷം കെട്ടൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. കാരണം OG സുനിലിനെ കുറിച്ച് വളരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ മരട് അനീഷ് ഈ അടുത്ത കാലത്ത് ഉന്നയിച്ചിരുന്നു. കേരളത്തിലെ മയക്കുമരുന്നുകളുടെയും MDMകളുടെയും വലിയ വിൽപ്പനക്കാരനും പ്രചാരകനുമാണ് OG സുനിൽ എന്നാണ് മരട് അനീഷ് പറഞ്ഞത്. അതേപോലെ സെക്സ് മാഫിയകളുടെ ഒരാളാണെന്നും OG സുനിലിനെ കുറിച്ച് മരട് അനീഷ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇയാൾ ഇവിടെ വളരെയധികം ഡാൻസ് പാർട്ടികൾ നടത്തി വരുന്നുണ്ടെന്നും ഇതിൻ്റെ കൂടെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടെന്നും ഇയാളെക്കുറിച്ച് മരട് അനീഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരാളുടെ കൂടെ രഞ്ജിനി ഹരിദാസ് കുടിച്ചു കൂത്താടി അശ്ലീലാംഗങ്ങൾ കാണിച്ചു നിൽക്കുന്ന രംഗം വളരെ ദയനീയമാണ്. ഇങ്ങനെയുള്ള ഒരു രംഗം ഒരിക്കലും രഞ്ജിനി ഹരിദാസിൽ നിന്നും ആരാധകർ ആഗ്രഹിക്കുന്നില്ല. മുമ്പൊരു ഇന്റർവ്യൂവിൽ രഞ്ജിനി ഹരിദാസ് നിശാ പാർട്ടികളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചും മദ്യപിക്കുന്നതിനെക്കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു. അന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ജോലി കഴിഞ്ഞ് വരുമ്പോൾ തനിക്ക് നിശാ പാർട്ടികൾ ആശ്വാസമാകാറുണ്ടെന്നാണ് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത്. എന്തായാലും ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ചിലർ രഞ്ജിനിയെ പിന്തുണക്കുമ്പോൾ ചിലർ രഞ്ജിനിയെ വിമർശിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പങ്കുവെക്കൂ. രഞ്ജിനി ഹരിദാസ് ഈ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ OG സുനിലിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. അന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ +2 കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയ സമയത്ത് താൻ ഏറ്റവും അധികം കേട്ട പേരായിരുന്നു OG സുനിലിൻ്റേത്. അതുകൊണ്ട് തന്നെ തനിക്ക് OG സുനിലിനെ പരിചയപ്പെടാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്നെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. താൻ 18ാമത്തെ വയസ്സിലാണ് OG സുനിലിനെ പരിചയപ്പെട്ടതെന്നും അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും OG സുനിൽ തനിക്ക് തൻ്റെ ബ്രദറിനെ പോലെയാണെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. OG സുനിലിനെ കുറിച്ച് ആളുകൾ ഉണ്ടാക്കുന്നത് വളരെ തെറ്റായ വാർത്തകളാണെന്നും അദ്ദേഹം വളരെ മാന്യനായ ആളാണെന്നും അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ ആണെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. ഇത്തരത്തിലുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.